യൂഷ്വലി ഐ ഡോണ്ട് ലൈക്ക് ഡിസ്റെസ്പെക്ട് പീപ്പിൾ. ഞാൻ എല്ലാവർക്കും ഒരു മിനിമം ലൈൻ ഓഫ് റെസ്പെക്ട് കൊടുക്കാറുണ്ട്. ലൈക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ ഐ ഗീവ് ദാറ്റ്. So yesterday it was a family function and I went there. It was a wedding. So after the function, one of the distant relative came and asked my mom, എപ്പോഴാ ഇവളുടെ കല്യാണം എപ്പോഴാ? ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. ആൻഡ് അമ്മ പറഞ്ഞു അവളോട് തന്നെ ചോദിക്കും. ആൻഡ് ഹി asked me, നിന്റെ വയസ്സ് എത്രേ? നിന്റെ വയസ്സ് എത്രേ? പറ, നിന്റെ വയസ്സ് എത്രേ? പറയടി, വയസ്സ് എത്രേ? അപ്പൊ ഞാൻ പറഞ്ഞു അത് നീ പറയേണ്ട ആവശ്യം എന്താ? ഇപ്പൊ ഞാൻ പറയേണ്ട ആവശ്യം എന്താ? ആൻഡ് he asked me, കല്യാണം കഴിക്കുന്നില്ലേ? അപ്പം കല്യാണം വേണ്ടേ എനിക്ക്? കല്യാണം കഴിക്കുന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ആൻഡ് ഹി എഗെയിൻ, എന്താ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ കല്യാണം കഴിക്കുന്നില്ലേ? അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു എന്റെ കാര്യമല്ലേ, എന്റെ ലൈഫല്ലേ, ഞാൻ ഡിസൈഡ് ചെയ്തോളാം. ആൻഡ് ഹി എഗെയിൻ ആസ്ക്ഡ് മീ, എന്താ കല്യാണം കഴിക്കുന്നില്ലേ? അങ്ങനെയാണോ പ്ലാൻ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും, വേണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഓക്കെ. He started giving me lectures. അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടാവും മോളെ ഇതൊക്കെ ഒന്ന് കേക്ക്. അതൊക്കെ എനിക്കും അറിയാം. ഓക്കെ, അതൊക്കെ എനിക്കും അറിയാം. നിങ്ങൾ എനിക്ക് ലെക്ചർ തരാൻ ആവശ്യമില്ല. ഐ നോ നിങ്ങൾക്കത് ഹേർട്ട് ആയിട്ടുണ്ട്, വാട്ട് എവർ, നിങ്ങൾക്കത് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് യു ആർ ട്രൈങ് ടു മാനിപ്പുലേറ്റ് സം അതർ തിങ്സ്. ആൻഡ് ഹി ക്യാൻ ആസ്ക് മീ, ഇപ്പൊ നിങ്ങൾക്കൊക്കെ ചോയ്സ് ഉണ്ട്. പണ്ടൊക്കെ എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ പറഞ്ഞു, പണ്ടൊക്കെ എങ്ങനെയാണെന്നറിയോ? അമ്മാവന്മാര് കാണിക്കും ഒരു ചെക്കനെ, അവരെ നിങ്ങൾ കല്യാണം കഴിച്ചോണം. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ചോയ്സ് ഉണ്ടല്ലോ. എന്റെ മോളാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ. വേണ്ട, ഞാൻ നിങ്ങളുടെ മോളല്ലല്ലോ, അപ്പൊ നിങ്ങൾ എന്നോട് പറയാൻ വരണ്ട. നിങ്ങൾക്കൊക്കെ എന്ത് സുഖമാണ് കിട്ടുന്നത് ഇങ്ങനെ മനുഷ്യന്മാര് ചൊറിഞ്ഞിട്ട്. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഫാമിലി ഫംഗ്ഷൻ പോലും വരാത്തത്. പ്ലീസ് ഈ ചൊറിയുന്ന സ്വഭാവം നിർത്ത്. ഞങ്ങൾക്കറിയാം നിങ്ങളെ മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെ ഐഡിയോളജിയൊക്കെ കയ്യിൽ വെച്ചോളൂ. ബട്ട് അത് ഞങ്ങളുടെ തലയിൽ ഇൻഫ്ലിക്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഇനി ഞാൻ ഇന്നലെ തീരുമാനിച്ചു, എല്ലാവർക്കും ഇനി നല്ല മറുപടി കൊടുക്കണം. നമ്മൾ ചുമ്മാ ഓക്കെ റെസ്പെക്ട് എന്നുള്ള രീതിയിൽ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള മറുപടി തന്നെ കൊടുക്കണം. ആൻഡ് ഇനി വെറുതെ ചൊറിഞ്ഞുകൊണ്ട് വരരുത്. എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ കല്യാണം കഴിക്കും, വാട്ട് എവർ, ആരായിരുന്നാലും നിങ്ങൾ കല്യാണം ആലോചിക്കാൻ നിൽക്കണ്ട. താങ്ക് യു.